സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഒരു വീഡിയോ കാണാം. നിങ്ങളിൽ ആർക്കാണ് ആ ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? എനിക്കറിയില്ല. ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. നീ ഒരു കാര്യം ചെയ്യും, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്കേ. ഉത്തമ, ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണത്തെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കേ. എന്റെ അമ്മോ, ബാറ്റ കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ. ഇതൊക്കെ പഴയതാ. ഇതിൽ ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം. പിന്നെ കാലുകളിൽ കയറി കുറെ പുറത്തു പോയിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു വരും. ഇത്രയും ഷൂ റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്താ ഒരൊറ്റ ആഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും. ഒന്ന് സഹായിക്കടാ. വീഡിയോ ഉണ്ടല്ലോ. ചോദ്യം: ഇതിൽ ഹരിശ്രീ അശോകൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഷൂവിന്റെ നിറമെന്താണ്? എ ബ്ലാക്ക്, ബി റെഡ്, സി വൈറ്റ്. ഞാൻ ശ്രദ്ധിച്ചില്ലത്. അങ്ങനെയാണ് പലർക്കും അബദ്ധം പറ്റുന്ന. അവിടാണ് ശ്രദ്ധിക്കില്ല. നിങ്ങൾ വേറെ ശ്രദ്ധിക്കും. ഞങ്ങളുടെ ചോദ്യം വേറെ. ഞാൻ ദിലീപേണ്ട നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനു നോക്കാൻ പോയത്? പക്ഷേ ഷൂ അത് ബ്ലാക്ക് തന്നെയായിരുന്നു. എ ബ്ലാക്ക് എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ബ്ലാക്ക്. കുക്കിംഗ് ഒക്കെ അറിയോ? എന്താണ് കുക്കിംഗ് അറിയാം. എന്തൊക്കെ ഉണ്ടാക്കും? എല്ലാം ഉണ്ടാക്കും. എന്നുവെച്ചാ എൻ്റെ കാരണം ഇതൊക്കെ ചോദിക്കുന്നത് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, പറഞ്ഞ കാര്യം അതിൻ്റെ ഒരു റിലവൻറ്റ് ഫാക്ടറായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നല്ല കാര്യത്തിനാ. എന്തോ അറിയാം? അല്ല, എനിക്ക് ഇപ്പം എന്ത് പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കും. അല്ല, എന്ത് പറഞ്ഞാലും ഞാൻ ബിരിയാണി ഉണ്ടാക്കും, ചിക്കൻ ഉണ്ടാക്കും, മീൻകറി ഉണ്ടാക്കും, അങ്ങനെയൊക്കെ വീട്ടിൽ കഴിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാക്കും. എല്ലാം ഉണ്ടാക്കും. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്ന അനുമോളാണോ അതോ? അല്ല, അമ്മ. അല്ല, ഇപ്പം ഞാനിപ്പോൾ ഇപ്പം ആരെങ്കിലും പറഞ്ഞ് നീ ഇതൊന്നും ഉണ്ടാക്കി താന്നും പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം. പക്ഷെ അത് വായി വയ്ക്കാൻ കൊള്ളില്ല. അല്ല, ഭയങ്കര ടേസ്റ്റാ. ആണല്ലേ? ഉറപ്പാണോ? തള്ളല്ലോ. കാരണം ഇതൊക്കെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുക. കാരണം ഈ അവര് പക്ഷെ എനിക്ക് അരി വടിക്കാനാണ് അറിഞ്ഞൂടാ. അരി ഇങ്ങനെ പിടിച്ച് അത് വെള്ളം മാറ്റി അത് ചെയ്യാറില്ല. എന്താ പ്രശ്നം? അത് എൻ്റെ ഫ്രണ്ടിന്റെ കയ്യിൽ ഇതുപോലെ ഇങ്ങനെ പിടിച്ചപ്പോ കൈ ഫുള്ളും വെള്ളം വന്ന് വീണു. പൊള്ളി, കൈ ഫുള്ളും. അതിനുശേഷം ഞാൻ ഇതുവരെ അങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല. അപ്പൊ അരി ചോറ് കഴിക്കാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് വീട്ടിൽ വന്ന് ഭർത്താവ് പറയുകയാണ്, അതിനും ആ ചോറ് വിളമ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി വടിച്ചില്ല ചേട്ടാ എന്ന് പറയാൻ പറ്റുമോ? അത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അത് എന്താ, ഞാൻ ഈ തവി അതിനകത്ത് ഇട്ടിട്ട് വെള്ളം ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞ് എല്ലാം കൊണ്ടുവരുമ്പോ പുള്ളി ഓഫീസിൽ പോയിരിക്കും. ഇല്ല, ഞാൻ ചേട്ടനെ വിളിച്ച് അരി പഠിപ്പിക്കും. സത്യം പറയട്ടെ, അനുമോക്കൊന്നും അറിഞ്ഞൂടാ. അതാണ് ഇല്ല, അറിയാം. വെറുതെ തള്ളുന്നതാണെന്നുള്ള കാര്യം മനസ്സിലായി. എന്ന് പറഞ്ഞാലേ ഞാന് ഈ ലോക്ക്ഡൌൺ ടൈമിലാണ് ഇതെല്ലാം പഠിച്ചത്. അപ്പൊ ഏകദേശം 10 മാസമേ ഉള്ളൂ പഠിച്ചിട്ട്. അതിനിടെ ഇത്രയും പഠിക്കൂ? ഞാൻ എല്ലാം അറിയാലോ. അറിയാം. എന്തറിയാം? ഈ ഏത് കറി, ഇപ്പൊ എന്ത് കറി വെക്കണമെങ്കിലും മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാല അതൊക്കെ വേണമല്ലോ. അതൊക്കെ ഇതിൽ എടുത്തിട്ടാ പോരെ. അപ്പൊ എല്ലാം കൂടെ ആദ്യം ഇട്ടിട്ട് ചിക്കനും അങ്ങോട്ട് കഴിഞ്ഞാൽ അല്ല, അങ്ങനെയല്ല. എനിക്ക് കറിക്കൂട്ടൊക്കെ നന്നായിട്ട് ചെയ്യാറിയാം. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ടായി. സത്യമാണേ? സത്യം. വരുന്ന പയ്യനെ കളിപ്പിക്കരുത്. ആര് വരുന്നതിന്? ഞാൻ പറഞ്ഞാണ്. അങ്ങനെ ഉറപ്പാണേ? അറിയാം. സത്യം. പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം. അറിയാം. അല്ലേ, ഇത് പറഞ്ഞിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം. അതെന്താണ് അങ്ങനെ? എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടം. എനിക്ക് ചിക്കൻ ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ബിരിയാണി ഞാൻ നന്നായിട്ട് ഉണ്ടാക്കും. എല്ലാത്തിനും ഈ ആക്ഷൻ തന്നെ വരുന്നത്. അല്ല, എനിക്ക് അറിയാം എന്നുള്ളൊരു അഹങ്കാരം. സത്യമായിട്ട് അറിയാം. ശരി, അറിഞ്ഞിരിക്കണം. തമാശയായിട്ട് പറഞ്ഞാലും അറിഞ്ഞിരിക്കണം. അല്ല, അറിയണം. എനിക്കറിയാം. അറിയാം. എന്നാൽ എ ബ്ലാക്ക് എന്ന ഉത്തരം തെറ്റല്ല, ശരിയാണ്.